ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട്, അതായത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം വള്ളവും വലയും എടുത്തുപോയ ആ പത്രോസിനെ പിന്നെയും കർത്താവ് വന്ന് കണ്ടിട്ട് വയറു നിറച്ച് ആഹാരം കൊടുക്കുക. എനിക്ക് എന്താണോ വേണ്ടത് അത് കർത്താവ് കൊടുക്കുകയാണ്. ഇഷ്ടാനുസരണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വള്ളവും വലയൊക്കെ എടുത്ത പത്രോസിൻ്റെ അടുത്ത് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നീ ഇതിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയരെ, ഒരു പ്രാവശ്യമല്ല യേശു ചോദിച്ചത്, 3 പ്രാവശ്യം ചോദിക്കുക. 3-ാം വട്ടം പത്രോസ് പറയുന്നുണ്ട്, നീ എന്നെ അറിയുന്നു. അത് വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോഴാണ് യേശു പറയുന്നത്, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക. വയറ് നിറച്ച ആഹാരം കൊടുത്തിട്ട്, തനിക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഇതിനേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കാരണം എന്തുവാ? ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് ഞാൻ വില കൊടുത്തു വാങ്ങിയ, എൻ്റെ ജീവനെ കൊടുത്ത എൻ്റെ ആടുകളെ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്. നീ ഈ ലോകത്തിലുള്ള പലതിനെയും കണ്ട് അതിനെയും സ്നേഹിച്ച് അതിലെയാണ് നടക്കുന്നതെങ്കിൽ ഇതിനെ മേയ്ക്കാൻ നീ യോഗ്യനല്ല. നമ്മളൊന്ന് ചിന്തിച്ചേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കളയും? നമ്മുടെ സമയം നമ്മൾ എവിടെയൊക്കെ എന്തിനെല്ലാം കളയുന്നു? ഫോണിൻ്റെ പുറകെ പോകുന്ന എത്രയോ പേരുണ്ട്. ശീമോനോട് കർത്താവ് ചോദിക്കുന്ന ആ സിറ്റുവേഷനിൽ ചോദിക്കുന്നത്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നു, പക്ഷേ നീ ഇതിനേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ നടക്കാൻ റെഡിയാണോ? എങ്കിൽ മാത്രം മതി ഈ ആടുകളെ മേയ്ക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ദൈവം ദാനമായിട്ട് തന്ന ജീവിതത്തെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നശിപ്പിച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല. ചിലർ പറയാറുണ്ട്, ഇത് എളുപ്പമാണോ? ഇങ്ങനെയൊക്കെ നടക്കും പ്രിയരെ. ഇങ്ങനെ ജീവിച്ച വ്യക്തികളുണ്ട് ബൈബിളിൽ. അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തരാൻ പറ്റൂ? തനിക്ക് ഏറ്റവും പ്രിയം അതാണ്. സാറായോട് ആലോചിച്ചെന്നല്ല, താൻ ഉറങ്ങിയിട്ടില്ല രാത്രി. എന്തിനു വേണ്ടിയിട്ടാണ് ഉറങ്ങാത്തെ? എന്നോട് ചോദിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനാ. അതികാലത്ത് എനിക്ക് എഴുന്നേൽക്കണം, എൻ്റെ കുഞ്ഞിനെനിക്ക് യാഗം കഴിക്കണം. അപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് നടക്കും. അപ്പോസ്തലന്മാരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി അവർ വച്ചില്ലേ? പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവയിൽ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ? എങ്കിൽ മാത്രം മതി എൻ്റെ ആടുകളെ മേയ്ക്കുന്നത്. ഇതേ ജീവിതത്തിനകത്ത് കർത്താവ് ഏൽപ്പിച്ചത് ഇതുപോലെ ഒരു ദിവസം നമ്മളോട് കർത്താവ് ചോദിക്കും. അന്ന് വിശ്വസ്തയോടെ നിൽക്കാൻ, ആ ദൈവസന്നിധിയിൽ തീഷ്ണതയോടെ നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.